നമസ്കാരം, ഇത് IBN മലയാളം. ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയേണ്ടി വരും. തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുമോ? സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും നൂറുകണക്കിന് വാർത്തകൾ വന്നിട്ടും നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ല എന്നറിഞ്ഞിട്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം കിട്ടാതായതോടെ ചികിത്സ പോലും നടത്താൻ പറ്റാതെ രോഗികൾ മരിക്കുന്ന വാർത്തകൾ കണ്ടിട്ടും നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിന്റെ വിഷമത്തിൽ നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടും വീണ്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നവർ വിഡ്ഢികൾ തന്നെയാണ്. പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന നിക്ഷേപ പലിശയേക്കാൾ 2-3% അധിക പലിശ മോഹിച്ച് നിങ്ങൾ നടത്തുന്ന നിക്ഷേപം തിരികെ കിട്ടുമെന്ന് എന്തുറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ല. കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. പലരും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? സാമാന്യ ബോധമില്ലേ നിങ്ങൾക്ക്? സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവില്ലേ? 14 ലക്ഷത്തോളം രൂപ നിക്ഷേപം നടത്തിയ ആൾ നിക്ഷേപം തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുക, ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുക. ഇനി ഇപ്പോൾ തുടങ്ങും ഇതും ഒറ്റപ്പെട്ട സംഭവം. സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുത്തകകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രമങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞ് പ്രചരണം. കരുവന്നൂരിൽ ഉൾപ്പെടെ ഇത് എത്രാമത്തെ സംഭവമാണ്? നിക്ഷേപകർ ഒന്നോർക്കുക, ഒരിക്കലും ഒരു പൊതുമേഖലാ ബാങ്കും തകരില്ല. അതിന് കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. ഏതെങ്കിലും ബാങ്കിൽ പ്രശ്നമുണ്ടായാൽ ആ ബാങ്കിനെ വേറെ ഏതെങ്കിലും ബാങ്ക് ഏറ്റെടുക്കും. പൊതുമേഖല സ്വകാര്യ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പൊതുമേഖല സ്വകാര്യ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അതായത് DICGC ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ബാങ്കുകളെ വിശ്വാസമില്ല, അത് കുത്തക സ്ഥാപനമാണെന്ന് വിചാരിക്കുന്നവർക്ക് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപം നടത്താം. ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ പലിശ പോസ്റ്റ് ഓഫീസ് നൽകുമെന്ന് മാത്രമല്ല, അതിന് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുമുണ്ട്. ഇപ്പോഴാകട്ടെ ഒട്ടുമിക്ക പോസ്റ്റ് ഓഫീസ് ഇടപാടുകളും ധനകാര്യ ഇടപാടുകളും ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്തിനീ തട്ടിപ്പിൽ പോയി വീഴുന്നു? ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇങ്ങനെ തട്ടിപ്പുകാർക്ക് കൊണ്ടു കൊടുക്കണോ? സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്താൻ പറയുന്ന ഒറ്റൊരുത്തനും സ്വന്തം നിക്ഷേപം അവിടെ നിക്ഷേപിക്കില്ല. സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ പെടുന്നവർ ഒരു സഹതാപവും അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം അവർ അറിഞ്ഞുകൊണ്ടുപോയി തട്ടിപ്പിൽ വീഴുന്നതാണ്. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ് തുടങ്ങിയ ക്ലീശകൾക്ക് ഇനി സ്ഥാനമില്ല. കാരണം സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പും തകർച്ചയും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓരോ പഞ്ചായത്തുകളിലും ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ അല്ലെങ്കിലും തകർച്ചയുടെ വാർത്തയെങ്കിലും ഉണ്ടാകും. സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പിന്റെ ഇത്രയും വാർത്തകൾ പുറത്തു വന്നിട്ടും വീണ്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നവരുടെ മനോനില പരിശോധിക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.